ഇനി നമ്മൾ ഈ കാലത്ത് ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ നമുക്ക് എത്രയോ എണ്ണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നോക്കിയാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ, ലോക അവസാനത്തിന്റെ അടയാളങ്ങളിൽ ഇപ്പൊ നിലനിൽക്കുന്ന അടയാളമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മദീന പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി. മഴ ഇങ്ങനെ ചെറുതായി പെയ്യുന്നുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് സ്വഹാബിമാര് പിറകിൽ നിൽക്കുന്നു. അവരോട് പറയുന്നു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് തുർസലു അലൈക്കുമുൽ ഫിതനു ഇർസാലുൽ ഖത്ർ. ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് പോലെ, മഴത്തുള്ളികൾ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെ അതാ വരുന്നുണ്ട്, ഫിത്നകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രയാസങ്ങൾ എന്റെ ഉമ്മത്തിന്റെ മേൽ വരുന്നുണ്ട്. സ്വഹാബിമാരോ ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾ എന്താണ് പറയുന്നത്, മനസ്സിലാകുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലാ തഖൂമുസ് സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സ്വഹാബാ, ഈ പരിശുദ്ധമായ വിശുദ്ധമായ ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാമിന് വളരാൻ പോവുകയാ, ഇസ്ലാം വളരാൻ പോവുകയാ. അതോടൊപ്പം തന്നെ വളരുന്ന മറ്റൊരു ഷർറുണ്ട്, മറ്റൊരു കാര്യമുണ്ട്. ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. അതിനു മുമ്പുള്ള ഒരു അടയാളം ഞാൻ പറഞ്ഞു തരട്ടെ. ഇല്ല അലാ ശിറാരിൽ ഖൽഖ്. മോശത്തരങ്ങൾ വളരാൻ പോവുകയാ, മോശത്തരങ്ങൾ വളരാൻ പോവുകയാണ്. വൃത്തികേടുകൾ കൂടുകയാണ്, അധാർമികത അധികരിക്കുകയാണ്. കൊലപാതകവും കലാപവും കവർച്ചയും കൊള്ളയടിയും പലിശയും ചൂതാട്ടവും മദ്യപാനവും ആത്മഹത്യയും പറ്റിക്കലും ചതിക്കലും വഞ്ചനയും പീഡനങ്ങളും അശ്ലീലങ്ങളും മയക്കുമരുന്നും എല്ലാം അധികരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് സ്വഹാബത്തെ. അങ്ങനെ അധികരിക്കുന്നത് കണ്ടാൽ ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ഉമ്മത്തിന്റെ മേൽ പെയ്തിറങ്ങുന്ന കാലം വരെ, അതായത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ മുഴുവൻ ശിറാറുകളും മുഴുവൻ അപകടങ്ങളും മുഴുവൻ തെറ്റുകളും ഇന്ന് പെരുകുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, സുന്ദരമായ കടുവാപ്പള്ളിയുടെ അങ്കണത്തിനുള്ള ഈ മജ്ലിസിൽ നമ്മൾ ഇരിക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്രയോ മോശത്തരങ്ങളാണ് നടക്കുന്നത്, ഹറാമുകളാണ് നടക്കുന്നത്, വേണ്ടാത്തരങ്ങളാണ് നടക്കുന്നത്, എത്രയോ പോക്രിത്തരങ്ങളാണ് നടക്കുന്നത്, എത്രയോ മോശത്തരങ്ങളാണ് നടക്കുന്നത്. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതാ ഖിയാമത്ത് നാൾ സംഭവിക്കാൻ ഇനി അധികം താമസമില്ല. കാരണം എൻ്റെ ഉമ്മത്ത് എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളിലേക്കും പോകുന്നതാണ്. പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നല്ല വാർത്തയേക്കാൾ കൂടുതൽ കെട്ട വാർത്തകൾ മാത്രമാണ് നമുക്ക് വായിക്കാൻ പറ്റുക, അല്ലേ? പത്രമെടുത്താൽ വണ്ടക്ക അക്ഷരത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാകും എന്തെങ്കിലും ഒരു നെഗറ്റീവ്. നമ്മളൊന്ന് ഒരു ദിവസം ഒരു പത്രം എടുത്താൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ കേട്ടാൽ, ആ കേൾക്കുന്നതിന്റെ 95% നെഗറ്റീവ് വാർത്തകളായിരിക്കും. അവിടെ കൊന്നു, ഇവിടെ കൊന്നു, ഇവിടെ തട്ടി, അവിടെ തട്ടി, അതിങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഈ നെഗറ്റീവേ ഉള്ളൂ. ഇപ്പൊ 95 ഉള്ളൂ, ഇനി 100 ആകും. ആർക്കും നല്ലത് പറയാനുണ്ടാവില്ല, മോശത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു കാലഘട്ടം വരും. അന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പിന്നെയോ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യക്തുറുൽ ഹർജ് അധികരിക്കുന്നത് വരെ. ഖാലൂ, സ്വഹാബിമാര് ചോദിക്കുന്നു, വമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഈ ഹർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. വമൽ ഹർജു യാ റസൂലല്ലാഹ് ഖാല അൽ ഖത്ലു അൽ കൊലപാതകമാണ്, കൊല്ലലാണ്, കൊലപാതകം അധികരിക്കും. ദിനേനയുള്ള പത്രമാധ്യമങ്ങൾ നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ, പെറ്റുപോച്ചു വളർത്തിയ മാതാപിതാക്കൾ വയസ്സാകുമ്പോ ഉമ്മയും വാപ്പയും ഭാരമായതുകൊണ്ട്, ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട് കൊല്ലുന്ന മക്കളുടെ കാലമാണ്. നിസാര കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം വെട്ടിക്കൊല്ലുന്ന കാലമാണ്. കാമുകനോടൊപ്പം ജീവിക്കാൻ മക്കളെ പാറക്കെട്ടുകൾക്കിടയിൽ എറിഞ്ഞുകൊല്ലുന്ന മാതാക്കളുടെ കാലമാണ്. സ്വത്തിനു വേണ്ടി സ്വന്തം മകനെയും മരുമകളെയും പേരക്കുട്ടികളെയും പെട്രോൾ ഒഴിച്ച്
കത്തിച്ചു കൊല്ലുന്ന വല്ലുപ്പമാരുടെ കാലഘട്ടമാണ്. ലഹരി വാങ്ങാൻ പൈസ തികയാതെ വന്നപ്പോ പണം ചോദിച്ച സമയത്ത് കൊടുക്കാതിരുന്ന ഉമ്മയുടെ കഴുത്ത് അറുത്തിട്ട് ആ മാല എടുത്തു കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് കള്ളു പോന്തി കുടിച്ച മക്കളുടെ കാലഘട്ടമാണ്. ഇനി എന്തെല്ലാമാണ് വരാനിരിക്കുന്നത്? അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ, ഞാനും നിങ്ങളും ഒന്ന് വലിയ രൂപത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്റെയും നിങ്ങളുടെയും മക്കള് അല്ലാഹുവേ, ഇന്ന് നമ്മൾ നമ്മുടെ കൈ പിടിച്ച് അതാ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾ ആ കൈ കൊണ്ട് നാളെ നമ്മുടെ മുഖത്തേക്ക് ചൂണ്ടുമെന്ന്, നമുക്ക് മുഖത്തേക്ക് ചൂണ്ടുമെന്ന് ഉറപ്പാണ്. കാരണം അങ്ങനെയാണ് ആ കാലഘട്ടം പോകുന്നത്. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നലെ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദേ പ്രത്യേകം ദുആ രക്കണം. എന്താ? മകന്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം. ആയിക്കോട്ടെ, എന്താ പ്രശ്നം? ആ സമയത്ത് വാപ്പ പറഞ്ഞത്, ഇപ്പൊ മകൻ എപ്പോഴും ഒരു 5-6 വയസ്സായിട്ടുള്ളൂ, എപ്പോഴും മൊബൈലിലാണ്. ജോലി കഴിഞ്ഞ് ഞാൻ വന്നാൽ എന്റെ മൊബൈൽ എടുക്കും, ഞാനില്ലാത്തപ്പോൾ എന്റെ ഭാര്യയുടെ മൊബൈൽ എടുക്കും. ഇങ്ങനെ എടുത്ത് ഗെയിം കളിയാണ്. ഫുൾ കില്ലിങ്ങിന്റെ ഗെയിമാണ് അവനിക്ക് ഇഷ്ടം. കാർ റേസിംഗിന്റെ അല്ലെങ്കിൽ എന്താണ് റോബോട്ടിന്റെ ഒന്നുമല്ല, ഫുൾ കില്ലിങ്ങിന്റെയാണ്. എന്നിട്ടോ ആ മൊബൈൽ എങ്ങാനും ചോദിച്ചാൽ 6 വയസ്സ് 5 വയസ്സുള്ള കുട്ടി പറയുന്നത് ഐ വിൽ കിൽ യു. വാപ്പ മിണ്ടായിരുന്നു, നിന്നെ ഞാൻ കൊല്ലൂ എന്നാ പറയണേ. കാരണം അവൻ കാണുന്ന ഫുൾ ഗെയിമും എന്താ? വെടിവെപ്പാണ്. അപ്പൊ അവന്റെ മനസ്സിൽ അതിങ്ങനെ വന്നു, ഇപ്പോഴേ അതിങ്ങനെ വന്ന് ഇത് ഒരാളുടെ അല്ലേ, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനെ. ഐ വിൽ കിൽ യു. അതെന്താ പറയുന്നെന്ന് അവനിക്ക് അറിയില്ല, എന്താ പറയുന്നെന്നറിയില്ല. വാപ്പ നിന്നെ ഞാൻ കൊല്ലൂന്ന് അതിന്റെ അർത്ഥം. ഉണ്ടായിരുന്നോ? ഇപ്പൊ തരൂല, ഫോൺ ഇപ്പൊ തരൂല എന്നാണ്. ഇങ്ങനെ ആ മക്കളുടെ കാലം. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈ മക്കളെ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ സ്വാലിഹീങ്ങൾ ആക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് നിർത്തുന്നില്ല, വീണ്ടും പറയുകയാ, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് വയക്തുറു സിനാ വയക്തുറു ശുറുബുൽ ഖംർ തളുഹുറൽ ഫഹ്ശു വത്തഫാഹുഷ്. തെറ്റ് അധികരിക്കുമെന്നല്ല നബി പറഞ്ഞത്. തെറ്റ് അധികരിക്കും, അതൊക്കെ. പക്ഷെ തെറ്റ് അധികരിക്കുമ്പോൾ അത് പരസ്യമായി അധികരിക്കുമെന്നാണ്. പരസ്യമായി അധികരിക്കും. കൊലപാതകം നടു റോട്ടിൽ വെച്ച് കൊല്ലുകയാണ്. നടു റോട്ടിലാണ് കൊലപാതകം. അശ്ലീലം, അതുപോലെ മോശത്തരം പറയുക, ചെയ്യുക, കള്ളു കുടിക്കുക, കവർച്ച ചെയ്യുക, മോഷണം നടത്തുക, എല്ലാം പരസ്യമായിട്ടാണ്. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. ആ കാലത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. കേരളം സാക്ഷരതയിൽ ഒന്നാമതാണ്, അല്ലെ? കേരളം ആരോഗ്യക്ഷമതയിൽ ഒന്നാമതാണ്. കേരളം IT സാങ്കേതിക വിദ്യയിൽ ഒന്നാമതാണ്. കേരളം ലഹരിയുടെ ഉപയോഗത്തിലും ഒന്നാമതാണ്. ലഹരി ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് സംസ്ഥാന അടിസ്ഥാനത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ മദ്യം വിറ്റഴിക്കപ്പെടുന്നതും കേരളമായി കൊണ്ടിരിക്കുന്നു. ഈ മറ്റ് സംസ്ഥാനങ്ങളെ വെട്ടിക്കുകയാണ്. ഒരു വർഷം കേരളം കുടിക്കുന്നത് 28 കോടി ലിറ്റർ മദ്യം. അപ്പൊ ഓണത്തിന്റെ സീസൺ ആണല്ലോ, ഇനി പുതിയ കണക്കുകൾ നമുക്കറിയാൻ പറ്റും, അല്ലെ? എത്രയോ മദ്യം, എത്രയോ. കേരളത്തിൽ ഒരു മാസം 50,000 കിലോ പാൻ മസാലകളാണ് വിറ്റഴിക്കപ്പെടുന്നത്. കേരളത്തിൽ ഒരു വർഷം കോടിക്കണക്കിന് രൂപയാണ് കഞ്ചാവിന്റെ കേസിൽ പിടിക്കപ്പെടുന്നത്. കേരളത്തിലെ 45% കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ ലഹരി മൂലം ഒരു വർഷം 1 ലക്ഷം പേരാണ് ക്യാൻസർ രോഗികളാകുന്നത്. 8 ലക്ഷം പേരാണ് കരൾ രോഗികളായി മാറുന്നത്. 10 ലക്ഷം പേരാണ് ഒരു വർഷം കേരളത്തിൽ മാത്രം രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് ലഹരിയുടെ മദ്യത്തിന്റെ ഉപയോഗം മൂലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സത്യമാ പറഞ്ഞതല്ലേ, എത്ര സത്യമാണ്. റോഡ് അപകടങ്ങൾ, കൊലപാതകം, പീഡനം, മറ്റ് നാശനഷ്ടങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് ഈ മദ്യപാനവും ഇതുപോലുള്ള മോശത്തരങ്ങളുമാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഖുദാ കേ റൂബറോ ജിസ് ദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാപ്പ് ബേटे का न बेटा बाप का होगा. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുകയാണ്, സ്വഹാബത്തേ നിങ്ങൾക്കറിയുമോ, അതായത് മഹ്ശറിലേക്ക് ജനങ്ങൾ വരുന്നത് 12 വിഭാഗമായിട്ടാണ്. നമ്മളെല്ലാവരും
മരണപ്പെട്ട് ഖിയാമത്ത് നാൾ സംഭവിച്ച് പിന്നീട് പുനർജീവിച്ചിട്ട് മഹ്ശറിലേക്ക് ഞാനും നിങ്ങളും പോകുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പോകുന്നത് 12 വിഭാഗമായിട്ടാ. ആ 12 വിഭാഗത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നറിയോ? അവര് കണ്ണ് കാണാത്തവരായിട്ടാണ്. കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല. പല്ലുകൾ ഇങ്ങനെ താഴേക്ക് നീണ്ടിട്ടാൻ രക്തവും ചലവും ഇങ്ങനെ ഛർദിച്ചിട്ടാണ് അവരങ്ങനെ പോകുന്നത്. ആ സമയത്ത് സ്വഹാബിമാര് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൻഹും യാ ഹബീബല്ലാഹ്. നബിയേ, കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. അതേത് വിഭാഗമാണ് നബിയേ? എന്ത് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ശാരിബുൽ ഖംറാൻ, കള്ളുകുടിയന്മാരാ, കള്ളുകുടിയത്തിമാരാ. പണ്ട് ആണുങ്ങളുടെ പരിപാടിയാണ് കള്ളുകുടിയെങ്കിൽ ഇന്ന് പെണ്ണുങ്ങളും മത്സരിക്കുകയാ, പെണ്ണുങ്ങളും മത്സരിക്കുകയാ, കുടുംബം മത്സരിക്കുകയാ. അല്ലാഹുവേ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ആണുങ്ങളും പെണ്ണുങ്ങളും മദ്യപാനം ഉപയോഗിച്ചാൽ, മദ്യപാനം നടത്തിയാൽ, അതുപോലെ ലഹരി ഉപയോഗം നടത്തിയാൽ, കഞ്ചാവ് വലിച്ചാൽ, കഞ്ചാവ് ഉപയോഗിച്ചാൽ അവരൊക്കെ നാളെ മഹ്ശറിൽ എങ്ങനെയാ വരുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, കണ്ണ് കാണാത്തവരാ തപ്പിത്തടഞ്ഞ മഹ്ശറിലേക്ക് പോകുന്നത്. അതുപോലെ പല്ലുകളെല്ലാം താഴേക്ക് നീണ്ടിട്ടാ, ചുണ്ടുകളൊക്കെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടന്നിട്ടാ, രക്തവും ചലവും ഛർദിച്ചുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. മറ്റുള്ള ആളുകൾ ഇവരെ കാണുമ്പോ ഇവരെ ശപിച്ചുകൊണ്ടായിരിക്കും അവരങ്ങനെ കടന്നു പോകുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാ. ലോക അവസാനത്തിന്റെ ഖിയാമത്ത് നാളിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുന്നു, കസറത്തു മൗത്തിൽ ഫുജ്ആ, കസറത്തു മൗത്തിൽ ഫുജ്ആ, പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ സ്വഹാബാ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാ. പെട്ടെന്നുള്ള മരണം. ഇന്നോ ഒരു തലകറക്കം വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിക്കുമ്പോ തലയിൽ ബ്ലഡ് കോട്ടാൻ, ക്യാൻസറാൻ, 1-2 ദിവസം ആശുപത്രിയിൽ കിടന്നു. സ്റ്റേജ് 4 കഴിഞ്ഞു പോയി, അയാൾ മരണപ്പെടുന്നു. പെടുന്നനെയുള്ള മരണം, പെടുന്നനെയുള്ള മരണം അല്ലെ. ബാത്റൂമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തെന്നി വീണതാണ്. മിനിഞ്ഞാന്ന് ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം എന്റെ പള്ളിയുടെ ഫ്രണ്ടിൽ ജോലി ചെയ്യുന്ന പാലക്കാടുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു പോയി. രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നത്. കുട്ടി 8 മാസം വയറ്റിലുള്ള സമയം, അതായത് മിനിഞ്ഞാന്ന് 8 മാസം വയറ്റിൽ ചുമന്ന ആ സഹോദരി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ തെന്നി വീണു, തലയടിച്ചു വീണു, ബ്ലഡ് കോട്ടായി, ബ്ലഡ് പുറത്തേക്ക് പോയി. ആ കുട്ടിയും ആ ഉമ്മയും മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സഹോദരന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു, രണ്ടാമത്തെ ഭാര്യയും കുട്ടി വയറ്റിലുള്ള 8 മാസമായി വയറ്റിലുള്ള കുട്ടിയും മരണപ്പെട്ടു. ഇങ്ങനെ എത്രയോ പെട്ടെന്നുള്ള മരണം, പെട്ടെന്നുള്ള മരണം. ഇപ്പൊ ഞാൻ എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഈ കടുവ പള്ളിയിൽ സുന്ദരമായ മജ്‌ലിസിൽ വന്ന് നമ്മൾ ഇരിക്കുന്നു അല്ലെ. നമ്മൾ ഇനി വീട്ടിലേക്ക് എത്തോ ഇല്ലയോ എന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? വല്ല പ്രതീക്ഷയുണ്ടോ? നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റാത്തൊരു കാലമാണ്. ഒന്നിനും കുഴഞ്ഞു വീണ് മരണം അല്ലെ. ജിമ്മ്, അവന്റെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ അലിച്ചു കളയാൻ, 6 പാക്ക് വെക്കാൻ, മസിൽ വീർപ്പിക്കാൻ അവൻ ജിമ്മിൽ പോകുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്താ? സൈലന്റ് അറ്റാക്ക്. രോഗങ്ങൾ കൂടും. റസൂലുള്ളാഹി രോഗങ്ങൾ കൂടും. പേരില്ലാത്ത, മരുന്നില്ലാത്ത രോഗങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയിൽ ഒരു പിരിവ് വന്നു. ഒരു സഹായം ചോദിച്ച് ഒരു ഉമ്മയും കുട്ടിയും വന്നു. 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാ. എന്താ? കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല റാഹത്തുള്ള കുട്ടിയാ. പക്ഷെ കുട്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാല് അറിയാതെ, കുട്ടി അറിയുന്നില്ല, അറിയാതെ മലവും മൂത്രവും പുറത്തേക്ക് പോകും. അത് ഒരു പ്രാവശ്യം തുടർച്ചയായി ഇങ്ങനെ അല്പാൽപമായി പോയിക്കൊണ്ടിരിക്കുന്നു. 12 വയസ്സെന്ന് പറഞ്ഞ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ ഓടിച്ചാടി നടക്കേണ്ട പ്രായമല്ലേ. അതൊരു പെൺകുട്ടിയാണ്. അതെ, ഒരുപാട് ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റൽ, അതുപോലെ എറണാകുളം ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്. അമൃതയുണ്ട്, ലിസി ഹോസ്പിറ്റൽ ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ, ലക്ഷോർ ഹോസ്പിറ്റൽ, എല്ലാ സ്ഥലത്തും പോയി. ഡോക്ടർമാർ പറയുന്നത് ഒരു കുഴപ്പമില്ലെന്നാണ്, ഒരു കുഴപ്പമില്ലെന്നാണ്. ഉസ്താദ് ദുആ ചെയ്യണം, ഞങ്ങളുടെ കുടുംബത്തിന് ഒന്നുമില്ല, ഇനി എന്തെങ്കിലും ഈ കുട്ടിക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ എന്തെങ്കിലും സഹായം വേണം, അതിനുവേണ്ടി പിരിവിനായിട്ട് വന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് രോഗം വരിക,
രോഗത്തിന് മരുന്നില്ലാതിരിക്കുക, മരുന്ന് കണ്ടുപിടിക്കാതിരിക്കുക, ഇതൊക്കെ എന്താ? ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അല്ലേ? ഒരുപാട് അംബിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗതായില്ലേ, ആഴം ഖബറിലല്ലേ. ജല്ല ജലാലാമല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ലാഹ്, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. അല്ലാഹുവേ, ഞാനും നിങ്ങളെല്ലാം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഞാനും നിങ്ങളൊക്കെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നിറവേറ്റാനാണ് ഞാനും നിങ്ങളുമെല്ലാം യാത്രകൾ ചെയ്യുന്നത്, ജോലി ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. നമ്മളങ്ങനെ സലാം പറഞ്ഞ് നമ്മുടെ ഭാര്യയുടെ കയ്യും പിടിച്ച് മക്കളുടെ കൈകെടുത്ത് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ മയ്യിത്തായിട്ടാണോ അതോ ജീവനോടെയാണോ വീട്ടിലേക്ക് കടന്നു ചെല്ലുക എന്ന് എനിക്കും നിങ്ങൾക്കും യാതൊരു ഉറപ്പുമില്ലല്ലോ. അതാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത്, അപ്രതീക്ഷിതമായ മരണങ്ങൾ കൂടുന്ന കാലഘട്ടം വന്നാൽ, ആക്സിഡന്റുകൾ കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായാൽ, ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ ഭാര്യ കിടക്കുകയാണ്, തട്ടി നോക്കുമ്പോൾ ഭാര്യയുടെ മയ്യത്താൻ. ഭർത്താവ് വരുമ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നു. അല്ലാഹുവേ, ഭാര്യ വന്ന് നോക്കുമ്പോ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നു. രാവിലെ മദ്രസയിലേക്ക് എഴുന്നേൽപ്പിക്കാൻ കുട്ടികളെ വിളിക്കുമ്പോ കുട്ടിയതാ മരണപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് പെട്ടെന്നുള്ള മരണങ്ങൾ കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്താ? നബി തങ്ങൾ വീണ്ടും പറയുന്നു, ലാ തഖൂമുസ്സാഅ തഊദു അർദുൽ അറബി ബുറൂജൻ വ അൻഹാറാ. അറബ് രാജ്യങ്ങളുണ്ടല്ലോ, മരുഭൂമി രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ. ആ അറബ് രാജ്യങ്ങളിൽ സസ്യങ്ങൾ മുളക്കുന്നതാണ്, പച്ചപ്പുണ്ടാകുന്നതാണ്, നദികൾ ഒഴുകുന്നതാണ്. ഇന്നിപ്പോ നമ്മൾ സൗദിയിലും ബഹ്റൈനിലും ഒക്കെ ചെന്ന് നോക്കിയാൽ എത്രയോ ഗൾഫ് രാജ്യങ്ങളിൽ ഗ്രീൻ സിറ്റികൾ ഒരുപാടുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ ഒരു പുല്ലുപോലും മുളക്കില്ല. ഇവർ ആർട്ടിഫിഷ്യലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നദികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ജന്മനാ പടച്ചോൻ നമുക്ക് കേരളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? പച്ചപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും പച്ചപ്പില്ല. എന്നാൽ അവർ ആർട്ടിഫിഷ്യലായി കേരളത്തെക്കാൾ സുന്ദരമായി മനോഹരമായി ഒരുപാട് പച്ചപ്പുകൾ ഉണ്ടാക്കി. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഗ്രീൻ സിറ്റികൾ കൂടുന്നു. തബൂക്ക്, അല്ലൈൻ, ത്വായിഫ്, അബഹ, അൽ ജസീം, ബുറൈദ, സാജർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ അതൊക്കെ ഗ്രീൻ വില്ലേജായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രയോ അടയാളങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. അതൊക്കെ സത്യമാണ്, അതൊക്കെ സത്യമായി കൊണ്ടിരിക്കുകയാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വകസറത്തുൽ കദിബ്, നുണ അധികരിക്കുന്നതാണ്. ഇന്നിപ്പോ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ ഞാൻ കറക്റ്റ് സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് ട്രെയിനിങ് സ്ലോ ആയി. അപ്പോൾ അവിടെ ഈ ഓണാഘോഷത്തിന്റെ പരിപാടികൾ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പരിപാടികൾ എന്തൊക്കെയാണ്? വടംവലി, കലം, തല്ലിപ്പൊളിക്കൽ, അങ്ങനെ ഇങ്ങനെ അവസാനം നുണ പറയൽ മത്സരം. ഏറ്റവും വലിയ നുണ പറയുന്നവർക്ക് സമ്മാനം. ഇന്നിപ്പോ മാധ്യമങ്ങൾ അല്ലെ, റസൂലുള്ളാഹി തങ്ങൾ മാധ്യമങ്ങൾ കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുന്നു. മാധ്യമങ്ങൾ അത് സത്യമാണോ എന്നറിയില്ല. ഏതോ ഒരു ചാനലിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയുടെ പേര് തന്നെ കണ്ടതും കേട്ടതും എന്നാണ്. സത്യമാവണമെന്നില്ല, അവിടെ നിന്ന് ഇവിടെയൊക്കെ കണ്ടതും കേട്ടതും ഞങ്ങൾ പറയും. ഇങ്ങനെ മത്സരിക്കുന്ന ഒരു കാലഘട്ടം വരും, മത്സരിക്കുന്ന കാലഘട്ടം വരും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മദ്രസകളിൽ നമ്മൾ പഠിച്ച ഒരു ഹദീസാണിത് അല്ലെ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. ഇതിങ്ങനെ കേട്ട് പഠിച്ച് നമ്മളിത് ഞാനൊക്കെ മദ്രസയിൽ നമ്മളൊക്കെ പഠിച്ചതാ. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക, അതെന്താണ്? ഖിയാമത്ത് നാളിനടയാ. ഇത് അടിമ സ്ത്രീ യജമാനത്തി, ഇതെങ്ങനെയാ? ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ വിവക്ഷ എന്താ? ഉമ്മാനെ തല്ലുന്ന മക്കൾ,
വാപ്പാനെ അകറ്റുന്ന മക്കൾ, വാപ്പയെ തെറി പറയുന്ന, ഉമ്മമാരെ അകറ്റി നിർത്തുന്ന, വാപ്പാനെ കൊല്ലുന്ന, ഉമ്മാനെ കൊല്ലുന്ന മക്കൾ കൂടുന്ന കാലം. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ സാരം. അൻചലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മയെയും വാപ്പയെയും ഭരിക്കുന്ന മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ആരാ ഉമ്മയും വാപ്പയും? ആരാ നമ്മുടെ ഉമ്മായും വാപ്പയും? ആരാ? നാം കഴിക്കാത്ത സമയം അവരും കഴിക്കാതിരുന്നു, നാം കുടിക്കാത്ത സമയം അവരും കുടിക്കാതിരുന്നു, നാം ഉറങ്ങാത്ത സമയം അവരും ഉറങ്ങാതിരുന്നു, നാം കരഞ്ഞ സമയം അവരും കരഞ്ഞവരാണ്, നാം മെലിഞ്ഞ സമയം അവരും മെലിഞ്ഞവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ, അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അമ്മേ അനശ്വര ചൈതന്യമേ, എന്റെ ജീവന്റെ ജീവനാമമ്മേ, എന്നും അങ്ങേക്കൊരു കുഞ്ഞായിരുന്നു ഞാൻ, കാരുണ്യ സിന്ധുവാമമ്മേ. അമ്പിളി മാമനെ മാനത്ത് കാണിച്ച് താരാട്ടി ചോറൂട്ടുമമ്മേ, കേവലം നാഭിനാളത്തിന്റെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ. ജീവിതയാത്രക്ക് സാക്ഷിയാമൊക്കെയും അങ്ങ് കനിഞ്ഞതാണമ്മേ. അറിയുമോ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി ഔസിനി യാ റഹ്മാൻ, അല്ലാഹുവേ പടച്ചവനെ, എനിക്കൊരു വസിയ്യത്ത് നീ തരുമോ? ഒരു വസിയ്യത്ത് നീ തരുമോ? എന്താണ് വസിയ്യത്ത്? ആ കാര്യം ഞാൻ ചെയ്താൽ സ്വർഗ്ഗത്തിൽ എനിക്ക് വേഗത്തിൽ കടക്കാൻ പറ്റും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, മൂസ നബിയേ, ഊസീക ബി ഉമ്മിക ഹസനാ, ഒരൊറ്റ വസിയത്താണ് തരാനുള്ളത്, ഒരൊറ്റ ഉപദേശമാ തരാനുള്ളത്. നിങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്യണേ. വീണ്ടും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാ, അല്ലാഹുവേ എനിക്കൊരു വസിയത്ത് നീ തരണം. ഉമ്മാനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഉമ്മാനെ നോക്കണം, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യണം. അതൊരു വാക്കാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. രണ്ടാമതൊരു ഉപദേശം നീ എനിക്ക് തരണമല്ലാ. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നത്, ഊസീക ബി ഉമ്മിക ഹസനാ. രണ്ടാമതും അല്ലാഹു പറയുന്നത് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാനാ, ഉമ്മിച്ചാക്ക് ഖിദ്മത്ത് ചെയ്യാനാ, ഉമ്മാനോട് നല്ല വാക്ക് പറയാനാ, ഉമ്മാനോട് നല്ല രൂപത്തിൽ പെരുമാറാനാ. മൂന്നാമതും ചോദിക്കുന്നു, നാലാമതും അഞ്ചാമതും ആറാമതും ഏഴാമതും 7 പ്രാവശ്യമാണ് ഒരു പ്രവാചകനാണ് ചോദിക്കുന്നത് അല്ലാഹുവിനോട്, പടച്ചവനെ, സ്വർഗ്ഗത്തിൽ കടക്കാൻ എനിക്കൊരു എളുപ്പവഴി നീ പറഞ്ഞു തരണേ അല്ലാ. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത് ഒരേ ഒരു കാര്യമാ, ഊസീക ബി ഉമ്മിക ഹസനാ, ഉമ്മാക്ക് നിങ്ങൾ നന്മ ചെയ്യണേ മൂസ നബിയേ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്ന റിളാഹാ റിളായ വസുഖ്തഹാ സുഖ്തി. മഹാനായ മൂസ നബിയേ, ഉമ്മായുടെ തൃപ്തിയുണ്ടെങ്കിൽ, ഉമ്മിച്ചാടെ സന്തോഷമുണ്ടെങ്കിൽ അതെന്റെ സന്തോഷമാണ്. ഉമ്മയുടെ തൃപ്തിയുണ്ടെങ്കിൽ അതെന്റെ തൃപ്തിയാണ് മൂസ നബിയെ എന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഒരു പ്രവാചകനോടുള്ള ഉപദേശമല്ല ഇത്, എന്നെയും നിങ്ങളെയും ചൂണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയുണ്ടല്ലോ, നമ്മുടെ വാപ്പയുണ്ടല്ലോ, അല്ലാഹുവേ, അവർക്ക് ഖിദ്മത്ത് ചെയ്യലാ ഒരു മനുഷ്യന്റെ ദുന്യാവും ആഖിറവും വിജയിക്കാൻ പറ്റുക എന്ന് വേറെ ഒരു സംശയവും വേണ്ട. ഞാനൊരു വീട്ടില് മലബാർ ഭാഗത്ത് ഒരു വീട്ടിൽ ചെന്നു, ഇങ്ങനെ ഒരു പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോയപ്പോൾ ഒരു വലിയൊരു മുറി, ഒരു വലിയ ഹാള് പോലെ, അതൊരു മുറിയാണ്, റൂമാണ്. അതിൽ ബാത്റൂം ഉണ്ട്, AC ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ആ 3 കട്ടിലുണ്ട്, 3 ബെഡ് ഇട്ടിട്ടുണ്ട്, 3 ബെഡ് ഉണ്ട്, വലിയ വിശാലമായ ഹോൾ. നോക്കുമ്പോൾ ആ 3 കട്ടിലും 3 വയസ്സായ ഉമ്മമാരുണ്ട്. അപ്പൊ ചോദിച്ചു, ഇതെന്തായി സംഭവം? അപ്പൊ പറഞ്ഞു, ആ വീട്ടിലെ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഇത് 3 എന്റെ ഉമ്മമാരാണ്, ഇത് 3 എന്റെ ഉമ്മമാരാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പ ആദ്യം കല്യാണം കഴിച്ചത് ഈ ഉമ്മയെയാണ്. അപ്പൊ ഉമ്മാനെ കല്യാണം കഴിച്ച് ഒരുപാട് നാളായി, മക്കളില്ലാതെ അവർ വിഷമിച്ച സമയത്ത് ഈ ഉമ്മ പറഞ്ഞു വേറൊരു പെണ്ണ് കെട്ടാൻ. അങ്ങനെ കെട്ടിയതാണ് ഈ ഇരിക്കുന്നത്, ഇതാണ് എന്റെ ഉമ്മ.
ഇതാണ് എൻ്റെ ഉമ്മ. അപ്പൊ ഇതെന്റെ ഭാര്യയുടെ ഉമ്മ. എന്റെ ഭാര്യക്ക് വാപ്പായും ഉമ്മായും മാത്രമേ ഉള്ളൂ. വാപ്പ ഉമ്മ അവർക്ക് എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. മകളായിട്ട് വാപ്പ മരണപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ഉമ്മാനെ കൂടെ. അപ്പൊ 3 ഉമ്മമാര് 3 കട്ടിലില്ല. എന്താ സന്തോഷം. അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ദിക്റും ചൊല്ലി സ്വലാത്തും ചൊല്ലി ജമാഅത്തായി നിസ്കരിക്കും. ഓരോ വക്കത്തിലും ഓരോ ആളുകൾ മാറി മാറി ഇമാമിൽ നിന്ന്. എന്താ സന്തോഷം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ഞാൻ പേര് പറയുന്നില്ല, കേരളത്തില് അറിയപ്പെട്ട ബിസിനസ് ഒരുപാട് അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അതുപോലെ ഗൾഫിലെ പല സ്ഥലങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. പറഞ്ഞു വന്നത് ഉമ്മാടെ ഒരു ദുആ, വാപ്പാടെ ഒരു ദുആ. സത്യം പറഞ്ഞാല് ഇന്ന് ജുമാക്ക് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ തൊണ്ട ഒന്ന് ഇടറിയായിരുന്നു. ഇന്നലെ കുറെ തണുത്ത വെള്ളം കുടിച്ചു. അപ്പൊ ജുമാക്ക് പ്രസംഗിച്ച സമയത്ത് തൊണ്ട ഒന്ന് ഇടറിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നാളെ പ്രസംഗിക്കേണ്ട ഷഫീഖ് ബദരി ഉസ്താദിനെ ഫോണിൽ വിളിച്ചു. മൂപ്പരെടുത്തില്ല. എന്തിനാ, നിങ്ങൾ ഇന്ന് പ്രസംഗിക്കുവോ, ഞാൻ നാളെ പ്രസംഗിക്കുക, എന്റെ തൊണ്ട പാടില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇരുന്നതാ. ഇവിടെ കുരുമുളകൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് എന്റെ 2-3 മുച്ചാലിമികളെ കുരുമുളകും ചൂടുവെള്ളമൊക്കെ തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തൊണ്ട അടഞ്ഞു, ഒട്ടും സൗണ്ടില്ല. കുത്തുബ ഇന്ന് എന്തോ കണക്കിനാണ് ഓതിയത്. എന്താന്നല്ലേ പെട്ടെന്ന് തൊണ്ടടഞ്ഞ്. ഇന്നലെ തണുത്ത വെള്ളം കുടിച്ചത് കൊണ്ടാവാം. പറഞ്ഞു വന്നത് വല്ലാത്ത വിഷമമായി. കാരണം കടുവാപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ പോകുമ്പോൾ, ഞാൻ മഞ്ഞാനിയിലാണ് പഠിച്ചത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ കാണാറുണ്ട് കടുവാപ്പള്ളി. ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പോഴാണ് അൽഹംദുലില്ലാഹ് കേറിയത്. അവിടെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ തങ്ങളുടെ അടുക്ക ഉള്ളിൽ അല്ലെ ആ മഹാന്റെ അടുത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാനും തൗഫീഖ് കിട്ടി. അപ്പൊ ഇവിടെ വരിക, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഈ ഒരു മുന്നിൽ വെച്ച് അവരുടെ ആ ഒരു അങ്കണത്തിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ദീൻ പറയുക, അത് വലിയ ആഗ്രഹം. അതുകൊണ്ട് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു ഉമ്മാനെ വിളിച്ചു. എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ തൊണ്ട ഇങ്ങനെ പോയിട്ട്, അതൊന്നും കുഴപ്പമില്ല ചെറുക്ക, നീ പോടാ. ഒരൊറ്റ വാക്കാണ് എന്റെ ഉമ്മാണ്, അതൊന്നും കുഴപ്പമില്ല ചെറുക്ക, നീ പോടാ. ഇതുപോലെ എത്രയോ ഉമ്മമാരെ നമ്മളെ പറയുന്നുണ്ടാവും അല്ലേ. ഉമ്മമാരെ വിടല്ലേ മക്കളെ. നമ്മളൊക്കെ വലിയ ആലിമാവൂല്ലേ. വലിയ ആലിമായാലും എത്ര വലിയ ബിസിനസ്സുകാരനായാലും നമ്മുടെ ഉമ്മച്ചിക്ക് നമ്മൾ ചെറിയ പയ്യനാണ്. അതുകൊണ്ട് ഉമ്മാടെ പൊരുത്തം, വാപ്പാടെ പൊരുത്തം, അത് രണ്ടും ഇല്ലെങ്കിൽ എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ ഹാജിയാരാണെങ്കിലും തകർന്നു പോകും. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാ. നമ്മളിപ്പോ ഇശാ നിസ്കാരം ബാങ്ക് വിളിച്ചു, ഇശാ നമ്മൾ നിസ്കരിച്ചില്ല എന്ന് വെക്കാം. നമ്മൾ ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങി, ഇശാ നിസ്കാരം ഖളാ ആക്കി. ഇതിന്റെ ശിക്ഷ എപ്പോഴാ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു തആല നമുക്ക് തരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോഴാണ് ശിക്ഷ. നോമ്പ് പിടിച്ചില്ലെങ്കിൽ ശിക്ഷ അവിടെയാ. പക്ഷേ ഉമ്മാനം വാപ്പാനം ബുദ്ധിമുട്ടിച്ചാൽ അതിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെയാണ്. 3 തരത്തിലാണ് അല്ലാഹു തആല ശിക്ഷിക്കുന്നത്. ഒന്ന് നമ്മൾ എന്ത് ചെയ്താലും ഒരു ബർക്കത്തുണ്ട്. ചില ചെറുപ്പക്കാരുണ്ട്, കച്ചവടം മാറി ചെയ്യും, പക്ഷേ മുന്നോട്ട് പോകൂല. എത്ര ചെയ്താലും. എന്നിട്ടോ ഉസ്താദുമാരെ കാണാൻ വരുന്നു, തങ്ങന്മാരെ കാണാൻ വരുന്നു, വെള്ളം മന്ത്രിച്ചു കുടിക്കുന്നു, ഒരു കാര്യമില്ല. വീട്ടിലുള്ള ഉമ്മാനോട് വാപ്പാനോട് മോശമായി പെരുമാറുന്നു. പിന്നെയോ രണ്ടാമത് ശിക്ഷ കൊടുക്കുന്നത് ഇവനെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്ന മക്കളെ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. 3ാമത്തെ ശിക്ഷ അവന്റെ ജീവിതം കുടുസായി പോകും, പെട്ടെന്ന് മരിച്ചു പോകുമെന്നാണ്. ഈ 3 ശിക്ഷ ദുനിയാവിൽ തന്നെ ഉണ്ട്. പിന്നെ ആഖിറത്തിൽ വേറെ എക്സ്ട്രാ. ഇതാണ് വാപ്പ ഉമ്മ. അല്ലാഹുവേ, എന്റെ വാപ്പ എന്റെ ഉമ്മ, നമ്മുടെയൊക്കെ വാപ്പമാർ ഉമ്മമാർ അല്ലെ, അവരുടെയൊക്കെ ദുആ. വാപ്പ ചിലപ്പോ വായ കൊണ്ട് ദുആ ചെയ്യൂല. ഉമ്മ എന്താ ദുആ ചെയ്യും അല്ലെ, വായ കൊണ്ട് പറയും. ഉമ്മ പറയും അത് കുഴപ്പമില്ല മോനെ, അതൊക്കെ ശരിയാവൂടാ എന്ന് ഉമ്മ പറയും. വാപ്പയോ ഒന്നും പറയും. ചിലപ്പോ ഒരു തോളിൽ 2 തട്ടായിരിക്കും, ആ തട്ടിലുണ്ടാതുക, അല്ലെങ്കിൽ പറയും ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ദുആ ചെയ്യാം. ആ ദുആ ചെയ്യാമെന്ന വാക്ക് തന്നെ വലിയ ദുആയാ. അതാണ് വാപ്പാ ഉമ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൻതലിദല്ലമതു റബ്ബതഹാ. ഉമ്മാനെ തല്ലുന്ന വാപ്പാനെ തെറി പറയുന്ന മക്കളുടെ കാലഘട്ടം അധികരിക്കുന്നതാ. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ. ഖിയാമത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഖതിഅത്തുർ റഹം. കുടുംബ ബന്ധം മുറിക്കുന്നവർ കൂടുകയാണ്. കുടുംബ ബന്ധം മുറിക്കുന്നവർ, പിണക്കം ഉള്ളവർ, വഴക്കുകൾ ഉണ്ടാകും, ത്വലാഖുകൾ അധികരിക്കും, ഭാര്യ ഭർത്താവിനെ ചതിക്കും, ഭർത്താവ് ഭാര്യയെ ചതിക്കും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിൽ ഉണ്ടാകും. നമ്മുടെ ഹൈക്കോടതി
ഹൈക്കോടതിയുടെ അടുത്താണ് നമ്മുടെ പള്ളി. അപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ ഒരുപാട് അഡ്വക്കറ്റുമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏകദേശം 1 വർഷം മുമ്പ് ഒരു വക്കീലുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ്, നിങ്ങൾ എവിടെ പ്രസംഗിക്കാനൊക്കെ പോയാലും ഒരു 4 കാര്യം വിട്ടുപോകരുതേ. 4 കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൽ ഇല്ലാതിരുന്നു. മുസ്ലിം സമുദായത്തിൽ 4 കാര്യങ്ങൾ ഇല്ലാതിരുന്നു. പക്ഷെ ഇന്ന് ആ 4 കാര്യത്തിൽ മുസ്ലിം സമുദായമാണ് ഏറ്റവും മുന്നിലുള്ളത്. ഒന്നാമതായി പറഞ്ഞ ആത്മഹത്യ. ആത്മഹത്യ ഒരു കാലത്ത് നമ്മുടെ സമുദായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നോ മത്സരിക്കുകയാണ്. ഒരു കാരണവും വേണ്ട, ചുമ്മാ അങ്ങോട്ട് മരിച്ചു കളയുകയാണ്. അല്ലെ നിസ്സാരമായി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷേ അത് മനം നൊന്ത് അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ പ്രതിസന്ധി വന്നാലും, അല്ലെ, ഇപ്പൊ നമ്മുടെ പെൺമക്കളെ നമ്മൾ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആദ്യം അവരെ ഉപദേശിക്കേണ്ടത്, മക്കളെ പോകുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ എന്റെ മോളെ സ്വന്തം മോളായി കാണാൻ ചിലപ്പോൾ അവർക്ക് പറ്റിക്കൊള്ളുന്നില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അവിടെ എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ തുറന്നു പറയണം, തുറന്ന് സംസാരിക്കണം. അങ്ങനെ മക്കൾ ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് തുറന്ന് സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ അതൊക്കെ അങ്ങനെ ശരിയായിക്കോളൂ, എല്ലാ സ്ഥലത്തുള്ളതാ എന്നൊന്നും പറഞ്ഞേക്കരുതേ. അതിന് വേണ്ട പരിഹാരമാണ് നിങ്ങൾ കാണേണ്ടത്. ഇന്നിപ്പോ ആത്മഹത്യ കൂടുന്നു, ഭർത്താവിന്റെ പീഡനം, അല്ലെ, ഭർത്താവിന്റെ ഉമ്മയുടെ വാക്ക് കേട്ട് വാപ്പയുടെ വാക്ക്, ഇന്ന് എത്രയോ സ്ഥലങ്ങളിലാണ് ആത്മഹത്യ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് ത്വലാഖ് കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെ, വിവാഹമോചനങ്ങൾ ഇന്ന് കോടതികളിൽ കെട്ടിക്കിടക്കുന്നു മുസ്ലിം കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ. മൂന്നാമതായി പറഞ്ഞത് മദ്യപാനവും ലഹരി ഉപയോഗവുമാണ്. നാലാമതായി പറഞ്ഞത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന മക്കൾ ഇന്ന് ഈ സമുദായത്തിലാണ് കൂടുതലായി കൊണ്ടിരിക്കുന്നത്. 4 കാര്യം ഇല്ലാതിരുന്നു, ഇന്ന് ഉണ്ട് എന്നല്ല, ഏറ്റവും മുകളിലാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് കുടുംബജീവിതം നന്നാക്കണേ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖതീഅത്തുർ റഹം, കുടുംബബന്ധം മുറിക്കുന്ന, കുടുംബബന്ധം ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുന്ന ഒരു കാലം. ആ കാലത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. നബിയേ, നിങ്ങൾ പറഞ്ഞത് എത്രയോ സത്യമാണ് നബിയേ. കാരുണ്യത്തിന്റെ കടലേ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ മേൽവിലാസമേ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അള്ളാന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസ് എന്റെ കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, അല്ലെ, നബി തങ്ങൾ പറയുകയാണ്, ഷഹീദ് രക്തസാക്ഷിത്വം എന്റെ സമുദായത്തിൽ കൂടുതൽ ഉണ്ടാകുന്നത് അവർ എങ്ങനെയാ, യുദ്ധത്തിൽ തമ്മിൽ പോരടിച്ചിട്ടല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ എന്റെ ഉമ്മത്തിൽ ശുഹദാക്കൾ ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്നറിയോ, അത് സാധാരണ ജീവിതം നയിക്കുന്നവരിലാണ്. നബി തങ്ങൾ പറയുന്ന ഹദീസിന്റെ അർത്ഥം ഇതാണ്, മുങ്ങി മരിക്കുക. ഒരാൾ വെള്ളത്തിൽ വീണ് അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീണു, ആത്മഹത്യ ചെയ്യാനല്ല, അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീണു, എന്നിട്ട് കരകയറാൻ പറ്റാതെ മുങ്ങി മരണപ്പെട്ടാൽ അയാൾ മുഅ്മിനാണെങ്കിൽ അയാൾക്ക് ശുഹദാഇന്റെ കൂലിയാണ്. തീപിടുത്തത്തിൽ മരണപ്പെടുക, ഒരു മുഅ്മിനായ പെണ്ണോ ആണോ, അവർ തീപിടുത്തത്തിൽ മരണപ്പെട്ടാൽ, അതെന്താ, അല്ലെങ്കിൽ ഷോക്കേറ്റ് മരണപ്പെട്ടാൽ അതും ശുഹദാക്കളുടെ പട്ടികയിലാണ്. അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടാൽ, അതുപോലെ വാഹനത്തിന്റെ ഇടയിൽപ്പെട്ട് മരണപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനിക്കും എന്തുണ്ട്, ശുഹദാഇന്റെ പ്രതിഫലമുണ്ട്. വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്ന്, വയറ് സംബന്ധമായ പ്രതിസന്ധികൾ, അല്ലെ, വയറിന്റെ ഉള്ളിൽ ക്യാൻസർ വരിക, അല്ലെങ്കിൽ കരളിന് പ്രശ്നം വരിക, അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അയാൾക്കും ശുഹദാഇന്റെ പ്രതിഫലമാ. അങ്ങനെ നിരവധി ശുഹദാക്കളെ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ശുഹദാഇനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അൽ മർഅതു ഫീ ഹംലിഹാ ഇലാ വൽഇഹാ ഇലാ ഫിസാലിഹാ കൽ മുറാബിത് ഫീ സബീലില്ലാഹ് വ ഇൻ മാതത് ഫീമാ ബൈന ദാലിക ഫഇന്ന ലഹാ അജ്റു ഷഹീദ്. എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, എന്റെ വാപ്പമാരെ, നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. എന്താണ് ഒരു പെണ്ണിന് കിട്ടുന്ന പ്രതിഫലമാ? ഒരു പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാണ്? അവൾ പ്രസവ
പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ ഗർഭിണിയാകുമ്പോൾ അവൾ ഗർഭിണിയാകുന്ന സമയത്തും അതുപോലെ തന്നെ പ്രസവിക്കുന്ന സമയത്തും ആ പ്രസവം കഴിഞ്ഞ് തന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്ന പ്രായമുണ്ടല്ലോ, അല്ലാഹുവേ ആ 2 വർഷക്കാലം ആ പെണ്ണിന് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. അവൾ ജിഹാദ് ചെയ്യുന്നവളെ പോലെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വ ഇൻ മാതത് ഫീമാ ബൈന ദാലിക ഫഇന്ന ലഹാ അജ്റു ഷഹീദ്. ഒരു പെണ്ണ് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്തോ പ്രസവാനന്തരമോ പ്രസവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് 2 വർഷക്കാലം കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തെങ്ങാനും ഒരു മുഅ്മിനത്തായ പെണ്ണ് മരണപ്പെട്ടു പോയാൽ അവൾക്ക് ശുഹദാഇന്റെ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ. എത്രയോ സഹോദരിമാരാ വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ഉസ്താദേ, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഭർത്താവിന് എന്നോട് ദേഷ്യമാണ്. എന്താണ് കാരണമെന്നറിയോ? എന്താണ് കാരണമെന്നറിയോ? ആ ഭർത്താവ് കള്ള് കുടിച്ചിട്ടാണ് വരുന്നത്, ഭർത്താവ് കള്ള് കുടിച്ചിട്ടാണ് വരുന്നത്, ലഹരി ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ആ സമയത്ത് എനിക്ക് ഭർത്താവിന് നല്ലതുപോലെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ, അദ്ദേഹത്തോട് നല്ല വാക്ക് പറയാൻ എനിക്ക് പറ്റാറില്ല ഉസ്താദേ. ഒരു സഹോദരി പറഞ്ഞ ഒരു വലിയ പരിഭവമാണ് ഉസ്താദേ, എനിക്ക് അങ്ങനെ വലിയ രൂപത്തിൽ എന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്റെ ഭർത്താവ് എന്നെ ത്വലാഖ് ചൊല്ലാൻ ഒരുങ്ങുകയാ, എന്റെ ഭർത്താവ് എന്നെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങുകയാ. ഞാനാണെങ്കിൽ ഗർഭിണിയായിരുന്നു ഉസ്താദേ. ആ സമയത്ത് എനിക്ക് വിഷമം കയറിയിട്ട് ഞാൻ തെന്നി വീഴുകയും എന്റെ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ആ സഹോദരി ചോദിച്ചു, ഉസ്താദേ എന്റെ ഭർത്താവ് പോകട്ടെ, എന്റെ കുട്ടിക്ക് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുമോ എന്ന് ആ സഹോദരി ചോദിച്ചിരുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത്, ഉമ്മാ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഈ സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഭർത്താക്കന്മാരെ പലപ്പോഴും നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ഭാര്യയോട് നമുക്ക് സ്നേഹമില്ല, നമ്മുടെ ഉമ്മയോട് നമുക്ക് ഉത്തരവാദിത്തമില്ല, നമ്മുടെ മക്കളോട് ഒരു നല്ല വാക്ക് പറയാൻ പോലും എനിക്കും നിങ്ങൾക്കും നേരമില്ല. ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത്. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പെട്ടതാ മക്കളോട് സ്നേഹമില്ലാത്ത ഉമ്മയുണ്ടാകും, മക്കളോടും ഭാര്യയോടും സ്നേഹമില്ലാത്ത വാപ്പമാരുണ്ടാകും. എത്രയോ സത്യമാണ് മുത്ത് ഹബീബേ നിങ്ങൾ പറഞ്ഞത്. ഭാര്യയെ ചതിക്കുന്ന, മക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടം അധികരിക്കുകയാണ്. എത്രയെത്രയോ കാഴ്ചകളാണ്, വാർത്തകളാണ് ഞാനും നിങ്ങളും കാണുന്നത് ദിനേനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ ഭാര്യയോട് നമുക്ക് ചില കടമകളുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാരോട് ചില കടമകളുണ്ട്.